വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് മാട്ടുമന്ത മണൽമന്ത റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിനായി ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ അനുവാദം നൽകാത്ത എഎക്സിയുടെ നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വലിയ ഭൂരിപക്ഷം നൽകിയ പ്രദേശമാണ് ഇവിടം. യു.ഡി.എഫിന് വോട്ട് നൽകിയതിന്റെ അരിശം തീർത്തുകൊണ്ടാണ് ബി.ജെ.പി ഈ പ്രദേശത്തെ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്നും എഎക്സി ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഎക്സിയെ ഉപരോധിക്കുകയുണ്ടായി. ഇത് കോൺട്രാക്ടറെ ആരാന്ന് പോലും എനിക്കറിയില്ല. അയാളെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എഎക്സിയോട് സംസാരിക്കുന്നത് ആ മാട്ടുമന്ത മണൽമന്ത റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ബി.ജെ.പിയുടെ കൗൺസിലേഴ്സ് ഉള്ള പ്രദേശമായിട്ട് അവർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ആരും ചെയ്തു കൊടുക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾ. അവിടുത്തെ പ്രദേശവാസികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ബൈ ഇലക്ഷനിൽ വോട്ട് കൂടുതൽ കൊടുത്തത് കൊണ്ട് ബി.ജെ.പിക്ക് അതിലൊരു നീരസമുണ്ട്. ആ നീരസം അവിടുത്തെ റോഡിന് പുനർനിർമ്മിക്കില്ല, അവിടുത്തെ പ്രദേശത്തെ ആളുകൾ ഈ തകർന്ന റോഡിലൂടെ നടന്നോട്ടേ തീരുമാനിക്കുമ്പോൾ ബി.ജെ.പിയുടെ ഒരു ചട്ടവുമായിട്ട് മാഡം മാറി. നിങ്ങൾ അവർ പറയുന്നത് കേട്ട് നിങ്ങൾ ആ റോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് അത് തടയും. ഞങ്ങൾ എന്തായാലും ഈ റോഡ് ചെയ്യിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് PS വിപിൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ബി നാസർ, അക്ഷയ് ശിവദാസ്, അജിത് പിരായിരി, ആഷിഖ്, റാഷിദ്, ദിലീപ് എന്നിവർ നേതൃത്വം നൽകി. ഇപ്പോൾ ടെൻഡർ എടുത്ത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരാൾ ടെൻഡർ എടുത്ത് വർക്ക് ഓർഡർ ആയിട്ടും നിർമ്മാണ പ്രവൃത്തി നടത്താൻ ഇവിടുത്തെ എഎക്സി സമ്മതിക്കുന്നില്ല എന്നൊരു വിവരം അറിഞ്ഞതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് അവരെ ഉപരോധിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ആ പ്രദേശത്ത് ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപാട് വോട്ടുകളുടെ ഭൂരിപക്ഷം ആ പ്രദേശത്തെ ആളുകൾ നൽകിയതുകൊണ്ട് അവിടുത്തെ ആളുകൾ നല്ല റോഡിലൂടെ നടക്കണ്ട, സുഗമമായ റോഡിലൂടെ നടക്കണ്ട എന്ന് ബി.ജെ.പി ഒരു അജണ്ട പാസ്സാക്കുമ്പോൾ അത് നടപ്പിലാക്കാനല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് വന്നത്. ഒരാഴ്ചയ്ക്കകം ഈ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നൊരു വാക്ക് തന്നുകൊണ്ട് തൽക്കാലം യൂത്ത് കോൺഗ്രസ് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടക്കില്ലെങ്കിൽ വലിയ സമരവുമായി പാലക്കാട് നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് വരും. UTV ന്യൂസ് പാലക്കാട്.